ദൈവത്തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം കർത്തൃനാമത്തിൽ അറിയിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം. ജപ്ത അഥവാ ഇബ്താഹ് എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അദ്ദേഹം ഗിലെയാദിൻ്റെ മകനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വേശ്യാസ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനം നിനക്ക് ഞങ്ങളുടെ കൂടെ അവകാശമില്ല എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അങ്ങനെ പുറത്താക്കിയ സാഹചര്യത്തിൽ അവൻ മറ്റ് കവർച്ചക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ പോകേണ്ടി വരികയും അങ്ങനെ അവരോടൊത്ത് ചേർന്ന് അവൻ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരികയും ആ സ്വഭാവം അവനിലേക്ക് വരികയും ചെയ്യുകയാണ്. പലപ്പോഴും പല ആളുകളും സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടുന്നത് തൻ്റേതല്ലാത്ത കാരണത്താലാണ്. ഇബ്താഹിന് അങ്ങനെ ജനനം സംഭവിച്ചത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ വിളിപ്പാനും രക്ഷിപ്പാനുമായിട്ടാണ് ഞാൻ വന്നത്. രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ആ വൈദ്യനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് പല ആളുകളെയും നമ്മൾ അവോയ്ഡ് ചെയ്യും, അവരെ നമ്മൾ ഒഴിവാക്കും. തൻ്റേതല്ലാത്ത കാരണത്താലാണ് ഇബ്താഹ് ഇപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വരുന്നത്. കഴിവുള്ളവനും ബുദ്ധിമാനും സമർത്ഥനുമായ ഒരു മനുഷ്യനാണ്. അവൻ തികഞ്ഞ ദൈവവിശ്വാസിയാണെന്ന് മുന്നോട്ട് നീ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ സമൂഹം അവനെ ഒറ്റപ്പെടുന്നതായ ഒരു സാഹചര്യം ഇത് നമ്മുടെ ഇടയിലുമുണ്ട്. മനുഷ്യൻ്റെ സാമ്പത്തികമായ സ്ഥിതിയും അവരുടെ സാമൂഹികമായ പശ്ചാത്തലങ്ങളൊക്കെ അവൻ തിരസ്കരിക്കപ്പെടാൻ പലപ്പോഴും കാരണമായിട്ട് തീരാറുണ്ട്. നമ്മുടെ കർത്താവിന് ഇതൊക്കെ സംഭവിച്ചതാണ്. നമ്മുടെ കർത്താവ് സ്വന്തം ദേശത്ത് ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവനെ നമുക്ക് അറിഞ്ഞുകൂടെ, ഇവന് മറിയയുടെ മകനല്ലയോ, ഇവനൊരു തച്ചൻ്റെ മകനല്ലയോ, ഇവന് ഈ അറിവ് ജ്ഞാനമൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ അവരെ അതിശയപ്പെടുന്നുമുണ്ട്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ച് നമ്മൾ വായിക്കുന്നു. അമ്മോന്യരെ ഇസ്രായേൽ ജനത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അമ്മോന്യരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലിന് നേതൃത്വം കൊടുക്കുവാൻ മറ്റാളുകളില്ല. അപ്പോൾ ധീരനും ശക്തിമാനുമായ ഇബ്താഹിനെ അവർ സമീപിച്ച് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അമ്മോന്യയിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന്. അതാണിപ്പോൾ ഇബ്താഹിന് ഇവിടെ സംഭവിക്കുന്ന. എല്ലാവരും അവനെ ഇത് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവൻ്റെ പിന്നാലെ ചെല്ലുകയാണ്, ഞങ്ങളെ സഹായിക്കാം. അവൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷേ അങ്ങനെ ഞാൻ സഹായിച്ച് ഞാൻ അമ്മോന്യരെ തോൽപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ നേതാവായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ എനിക്ക് അംഗീകാരം നൽകണം. അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളും പ്രമാണിമാരും എല്ലാവരും കൂടെ ചേർന്ന് ദൈവസന്നിധിയിൽ വെച്ചൊരു ഉടമ്പടി ചെയ്യുകയാണ്. ജോർദാന് കിഴക്ക് വശത്ത് താമസിച്ച 2.5 ഗോത്രങ്ങളുടെ ആ ഭാഗത്താണിത്. നീ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അമ്മോന്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ നീ ഞങ്ങളുടെ നേതാവായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇബ്താഹ് നേതാവായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയോ അവരുടേതാക്കാൻ വേണ്ടിയോ സ്വാർത്ഥമോഹത്തോടോ ദേശത്തോടുള്ള ആ ഒരു മോഹത്തോടോ അവരൊരിക്കലും യുദ്ധം ചെയ്യാറില്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമേ അവർ യുദ്ധം ചെയ്യാറുള്ളൂ. ഇതിനു മുൻപ് അവർ യുദ്ധം ചെയ്ത വാഗ്ദത്ത ദേശം അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിക്കാതെ വന്നപ്പോഴാണ് യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം അന്നും ഇന്നും നമ്മൾ പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്കറിയാം, ഇറാനുമായി ഇസ്രായേൽ ജനം യുദ്ധത്തിലായിരിക്കുന്നു.
അവരെന്തുകൊണ്ടാണ് അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്? ആ ദേശമൊക്കെ സ്വന്തമാക്കാനല്ല. അവരവിടെ ഇറാൻ അണുബോംബ് അവിടെ നിർമ്മിക്കുന്നു. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ നശിപ്പിക്കുകയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്ത് അത് നിർവീര്യമാക്കേണ്ട സാഹചര്യം അവർക്ക് വരികയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അവർ ദേശത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടേത് സ്വന്തമാക്കാൻ വേണ്ടി അവരൊന്നും ചെയ്യാറില്ല. അവരെയാണ് മറ്റുള്ളവരെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷം അവരെ ഒറ്റപ്പെട്ട് പല സ്ഥലങ്ങളിലായി അവർ ചിതറിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് സ്ഥലം കിട്ടിയപ്പോൾ അവിടെയും താമസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനം മറ്റ് രാജ്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇവിടെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ വായിക്കുന്നു, യിഫ്താഹ് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലിറങ്ങി ആവസിച്ചെന്നാണ്. കാരണം ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, വിജയം ദൈവത്തിൻ്റേതാണ്. യിഫ്താഹ് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലിറങ്ങി ആവസിക്കുകയാണ്. പൈശാചിക ശക്തികളെ ജയിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. നമ്മുടെ കർത്താവും പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് യോർദാനിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലിറങ്ങി ആവസിച്ചു. അതിനുശേഷം 40 ദിവസം മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് പൈശാചികമായ പ്രലോഭനങ്ങളെയൊക്കെ കർത്താവ് അതിജീവിക്കുകയാണ്. 3 രീതിയിലുള്ളതായ പ്രലോഭനം: ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ. കല്ലപ്പമാക്കാൻ പറയുന്നത് ശാരീരിക തലത്തിലും, ദേവാലയങ്ങളിൽ ചാടാൻ പറയുന്നത് മാനസിക തലത്തിലും, എന്നെ ആരാധിച്ചാൽ സമ്പത്ത് തരാമെന്ന് പറയുന്ന ആത്മീയ തലത്തിലുമുള്ളതായ ആ പ്രലോഭനങ്ങളാണ്. ഇതിനെയാണ് യോഗന്യാസിക പറയുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ആദ്യ മനുഷ്യനെയും ഈ 3 പ്രലോഭനങ്ങളാണ് ആദ്യ മനുഷ്യനെ കീഴ്പ്പെടുത്തിയത്. ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളത്, തിന്നാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം. ശാരീരികവും മാനസികവും ആത്മീയമായ 3 തലങ്ങളിലുള്ളതായ പ്രലോഭനമാണ്. നമ്മുടെ കർത്താവിന് അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവന് ഇറങ്ങി ആവശ്യിച്ചതുകൊണ്ട് നമുക്കും ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ ഇപ്രകാരമുള്ള പൈശാചിക പ്രലോഭനങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നോമ്പിലെ പ്രാർത്ഥനകളുടെയൊക്കെ ലക്ഷ്യം അതാണെന്ന് നമുക്കറിയാമല്ലോ. മുഴുവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. ഇസ്രായേലിലെ നേതാക്കന്മാരുമായി യിഫ്താഹ് അവിടെ ഉടമ്പടി ചെയ്യുന്നു. അതിനുശേഷം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അവരെ അദ്ദേഹം തോൽപ്പിക്കുന്നു. അതിനു മുൻപ് അദ്ദേഹം ഒരു നേർച്ച നേരുന്നുണ്ട്. അതാണ് ഇതിലെ പ്രധാന വിഷയം. നേർച്ച ഇതാണ്: ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ ആദ്യം എന്നെ എതിരേൽക്കുന്ന ആരാണോ അവരെ ഞാൻ എൻ്റെ ദൈവത്തിന് നൽകുമെന്നുള്ളതാണ്. എന്നെ യുദ്ധം ചെയ്യിപ്പിച്ച ദൈവത്തിന് ഞാനിത് നൽകും. അങ്ങനെ നേർച്ച നേർന്ന് യുദ്ധം ചെയ്ത് മടങ്ങി വരുന്നവനായ യിഫ്താഹിനെ ആരവത്തോടുകൂടി എഴുന്നേൽക്കുന്നത് തൻ്റെ ഏക മകളാണ്. യിഫ്താഹിന് മാനസികമായി വലിയ സംഘർഷമുണ്ടായി. തൻ്റെ ഏക മകൾ, അവളെ ഞാൻ യാഗം കഴിക്കേണ്ടി വരുന്നു. അന്നത്തെ രീതി അതാണ്. അദ്ദേഹത്തിൻ്റെ നേർച്ചയും അതാണ്. അദ്ദേഹത്തിന് വാക്ക് പാലിച്ചേ പറ്റൂ. മകളോട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ മകൾ ഒരു എതിർപ്പ് ഇവിടെ പറയുന്നില്ലെന്നുള്ളതാണ്. അവൻ വേശ്യാപുത്രനാണെന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ അവനെ തള്ളിക്കളഞ്ഞവനാണ്. പക്ഷെ അവൻ്റെ മക്കളെ അവൻ ആ രീതിയിൽ അവൻ വളർത്തി. അവൻ പറഞ്ഞതിന് ഒരു എതിരും ആ മകൾ പറയുന്നത്. അവൾ 2 മാസത്തെ സാവകാശം മാത്രമേ ചോദിച്ചുള്ളൂ. കൂട്ടുകാരോടൊത്ത് മലമുകളിൽ പോയി അവർക്ക് വിലപിക്കുവാൻ, അവളുടെ കന്യാത്വത്തെ ഓർത്ത് വിലപിക്കാൻ 2 മാസത്തെ സാവകാശം കൊടുക്കണം, മാനസികമായിട്ട് ഒരുങ്ങാൻ. പ്രിയമുള്ളവരെ, അവളെ യിഫ്താഹ് യാഗം കഴിക്കുന്നതായി നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. ഇത് വായിക്കുമ്പോഴാണ് അബ്രാഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സംഭവം നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ദൈവം വിളിച്ച് 25 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മകനെ ദൈവം അബ്രാഹാമിന് കൊടുത്തത്. ഒരേ ഒരു മകൻ. അവനെ യാഗം കഴിക്കുവാനാണ് യഹോവയായി ദൈവം ആവശ്യപ്പെട്ടത്. എങ്കിലും എന്തിന് ഈ മകനെ തന്നു എന്ന് വേണമെങ്കിൽ അബ്രാഹാമിന് ചോദിക്കാം. പക്ഷെ അബ്രാഹാം ചോദിച്ചില്ല. യാഗം അർപ്പിക്കാൻ അവിടെ തീരുമാനിക്കുകയാണ്. അവിടെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയി പകരം ഒരാളിനെ അവിടെ ബലി അർപ്പിക്കുന്നുണ്ട്. ഇസ്ഹാക്ക്
പുതിയ നിയമത്തിലെ യേശുവിൻ്റെ, പഴയ നിയമത്തിലെ ഒരു നിഴലാണ് അദ്ദേഹം. നമ്മുടെ വിശുദ്ധ കുർബാനയെ പാടുകയാണ്, എവിടെ പുത്രൻ കൈകളിലാണ് തറയ്ക്കപ്പെട്ടു, ഇസ്ഹാക്കിൻ്റെ കെട്ടുകളെ ഛേദിച്ചതും അവിടെ. അപ്പോൾ അവിടെ ആ ഇസ്ഹാക്ക് തന്നെ പൂർണ്ണമായി പിതാവിനെ ഏൽപ്പിക്കുകയാണ്. അതുവരെയും ഇസ്ഹാക്കിനെ അറിഞ്ഞുകൂടാ, താനാണ് യാഗമൃഗമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. താഴ്വരയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പോൾ തീയും വിറകുമുണ്ട്, യാഗത്തിനുള്ള ആട് എവിടെയുണ്ട്, ദൈവം കരുതിക്കൊള്ളുമെന്ന് മാത്രമേ അബ്രാഹാം പറഞ്ഞുള്ളൂ. ഇസ്ഹാക്കിൻ്റെ കൈകാലുകളെ ബന്ധിച്ചപ്പോഴാണ് അവൻ അറിയുന്നത് താനാണ് യാഗം ആകാൻ പോകുന്ന, ആ യാഗമൃഗത്തിന് പകരം താനാണ് യാഗമാകാൻ പോകുന്നത്. പക്ഷേ ഇസ്ഹാക്ക് അവിടെ അപ്പനായ അബ്രാഹാമിനെ എതിർത്തതായോ ചോദ്യം ചെയ്തതായോ കുതിര ഓടുവാൻ ശ്രമിച്ചതായോ നമ്മൾ വായിക്കുന്നില്ല. ശാന്തമായി കിടന്നു കൊടുക്കുകയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശാന്തമായി നിന്നു കൊടുക്കുകയാണ്. ഇബ്താഹിൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവും ഗതസമനായി പ്രാർത്ഥിച്ച്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം, എങ്കിലും പിതാവെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നെ പൂർണ്ണമാകണം. നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുവാനാണ്. പരിശുദ്ധ അമ്മയെ അപ്രകാരം തന്നെയാണല്ലോ സമർപ്പിച്ചത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ആരായിരിക്കണം എന്നൊക്കെ ഉള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ആ ദൈവനിശ്ചയത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്കിടയാകണം. ഇബ്താഹിൻ്റെ ജീവിത സാഹചര്യവും നോമ്പിലെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരു പൂർണ്ണ സമർപ്പണത്തിന് വിധേയമാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.